ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പാർട്ട് 1 പഴയ SCERT ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചരിത്രം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെയും വരുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം, ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിട്ട് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഉപകരണം എന്തായിരുന്നു? കല്ല് അല്ലെങ്കിൽ ശില എന്ന് പറയാം. അപ്പം അക്കാലത്തെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ആയുധം അല്ലെങ്കിൽ ഉപകരണം എന്ന് പറയുന്നത് കല്ലാണ്. അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില എന്ന് നമുക്ക് പറയാം. ഈ ശില ഉപയോഗിച്ച ഈ കാലഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉപകരണമായിട്ട് ആയുധമായിട്ട് കല്ല് അല്ലെങ്കിൽ ശില ഉപയോഗിച്ച കാലഘട്ടമാണെന്ത്? ശിലായുഗമെന്ന് അറിയപ്പെടുന്നത്. ശിലായുഗം പല ടൈപ്പ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലാദ്യം പറയുന്നത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ്. പാലിയോലിത്തിക് ഏജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് പ്രാചീന ശിലായുഗം? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് മനുഷ്യൻ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ് എന്ന് പറയും. അപ്പോൾ അതിന് അക്കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കല്ലുകളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ഈ യുഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാചീന ശിലായുഗമാണ്. തീയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ തീ നിയന്ത്രിത രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം തീയുടെ കണ്ടുപിടുത്തം ഏത് യുഗത്തിലാണ്? പ്രാചീന ശിലായുഗത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഈ പരുക്കൻ കല്ലുകൾ അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാനുമായിരുന്നു. അപ്പം അന്നൊക്കെ പരുക്കൻ കല്ലുകളായിരുന്നു പ്രധാന ആയുധവും ഉപകരണവും. പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് ഈ കാലഘട്ടമാണ് പ്രാചീന ശിലായുഗമെന്ന് അറിയപ്പെടുന്നത്. തീയുടെ കണ്ടുപിടുത്തം അവനെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്? അവന് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കാനും അവരെ ഭയപ്പെടുത്തി ആട്ടി ഓടിക്കാനും അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് ഒരു ആശ്വാസമാണ് തീ. പിന്നെ നിയന്ത്രിതമായിട്ട് തീ ഉപയോഗിച്ച് തുടങ്ങി. അതോടുകൂടി ഈ ചുട്ട മാംസത്തിന് പച്ച മാംസത്തേക്കാൾ കൂടുതൽ രുചിയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ മാംസാഹാരം എന്താണ്? ചുട്ട് കഴിക്കാനായിട്ട്, തീയിൽ ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത്രയും മാറ്റങ്ങളാണ് തീയുടെ കണ്ടുപിടുത്തം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് നവീന ശിലായുഗമാണ്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് മനുഷ്യൻ പതിയെ പതിയെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് ഓരോ അറിവുകൾ നേടി അവൻ എന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. പ്രാചീന ശിലായുഗം പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു എങ്കിൽ നവീന ശിലായുഗം എന്ന് പറയുന്നത് കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച കാലഘട്ടമാണ്. നിയോലിത്തിക് ഏജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇക്കാലത്തെ ആയുധങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ മിനുസപ്പെടുത്തിയതും മൂർച്ചയുള്ളതുമായിട്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ്. ഇനി പ്രധാന പ്രത്യേകത, ഈ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ കൃഷി ചെയ്യാനും വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുവാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങിയത്. പ്രാചീന ശിലായുഗത്തിൽ തീയുടെ കണ്ടുപിടുത്തമായിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും കുറേയും കൂടി കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം വരെ മനുഷ്യൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നൊമാഡിക് ലൈഫാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല എന്ന് മനുഷ്യന് മനസ്സിലായി. അതുകൊണ്ട് ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം? അവന് വീട് വെച്ച് താമസിക്കേണ്ട സ്ഥിതി വന്നു.
അപ്പം കൃഷി ചെയ്തതോടുകൂടി എന്താണ്, വാസസ്ഥലം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇനി കൃഷിക്ക് നിലവിടാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് മൃഗങ്ങളെ ആവശ്യമായിട്ട് വന്നു. അതിന് മൃഗങ്ങളെ ഇണക്കി വളർത്താനും ആര് പഠിച്ചിട്ടുണ്ട്? മനുഷ്യൻ പഠിച്ചു. മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയിട്ടുള്ള ജീവി നായയാണ്. അപ്പോൾ ഈ ഒരു നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. കൃഷി ചെയ്യാനും വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുവാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങിയ ഒരു കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും മനുഷ്യൻ കുറേയും കൂടി എന്തായിട്ടുണ്ട്? മോഡേൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത യുഗത്തിലോട്ടാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. താമ്രശിലായുഗം എന്ന് പറയുന്നത്, താമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ് എന്നാണ് അർത്ഥം. അപ്പം താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം. അപ്പം കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് ചെമ്പ്. അപ്പം ചെമ്പും കല്ലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് എന്ത്? താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. പിന്നീട് ഈയം കണ്ടെത്തുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്ന ലോഹസങ്കരം നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ വെങ്കലം ചെമ്പിനേക്കാൾ കൂടുതൽ എന്താണ്? സ്ട്രോങ് ആണ്. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയുഗമെന്ന് പറയുന്നത്. ഈ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത, കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെങ്കലയുഗമാണ്. കൃഷി ആരംഭിക്കുന്നത് നവീന ശിലായുഗം മുതൽക്കാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും കൂടുതൽ എന്താണ്? പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ കൂടി രൂപം കൊണ്ടു. അത് വെങ്കലയുഗത്തിലാണ്. അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ഇഷ്ടിക നിർമ്മാണം, തുണിനെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടമാണ്. എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടം ഏതാണ്? വെങ്കലയുഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതെല്ലാം എന്താണ്? ചരിത്രാതീത കാലമാണല്ലേ. ഇപ്പോൾ വെങ്കലയുഗം എത്തിയപ്പോഴാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ടിട്ടുള്ളത്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടം ഏതാണ്? വെങ്കലയുഗമാണ്. മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ എന്താണ്? വെങ്കലയുഗത്തിൽ വികാസം പ്രാപിച്ചിട്ടുള്ള നദീതട സംസ്കാരങ്ങളാണ്. നദീതട സംസ്കാരങ്ങളിലേക്കാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇപ്പോൾ വെങ്കലയുഗം എന്താണെന്ന് പറഞ്ഞു, ബ്രോൺസ് ഏജ് അല്ലേ, ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. അതുപോലെ ഇഷ്ടിക നിർമ്മാണം, തുണിനെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ചു. എഴുത്തുവിദ്യ രൂപപ്പെട്ടു. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു. ഇനി ആ സംസ്കാരങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യത്തേത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലായിട്ടാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇന്ന് ഈ മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖാണ്. മെസപ്പൊട്ടോമിയയിൽ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം. അപ്പം മാറിപ്പോവാതിരിക്കാൻ മെസ്സിൽ ക്യൂ വേണം എന്നാലോചിക്കുക. മെസ്സിലെ ക്യൂ. അപ്പോൾ മെസപ്പൊട്ടോമിയൻ ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. ഈ മെസപ്പൊട്ടോമിയയുടെ ഏത് ഭാഗത്താണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചിട്ടുള്ളത്? സുമേർ എന്ന് പറയുന്ന ഭാഗത്താണ്. ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം. അതിനായിട്ട് കളിമൺ പാളി കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. കളിമൺ പാളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതലം ഉപയോഗിച്ചിട്ടാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത്. ഇനി മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളാണ് ദേവാലയ സമുച്ചയങ്ങൾ എന്നറിയപ്പെടുന്ന സിഗുറാത്തുകൾ. അപ്പം മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ശേഷിപ്പാണ് ദേവാലയ സമുച്ചയങ്ങളായിട്ടുള്ള സിഗുറാത്തുകൾ. ഈ സിഗുറാത്തുകളുടെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെസപ്പൊട്ടോമിയയിൽ 25ഓളം സിഗുറാത്തുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
പിന്നെ സിഗുറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഉർ എന്ന് പറയുന്ന പ്രദേശം. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതീരത്താണ്. അപ്പം മെസപ്പൊട്ടേമിയ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ തീരത്താണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ എന്താണ്? പിരമിഡുകളാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോമാരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡുകളിൽ ഏറ്റവും വലുത് കുഫു രാജാവ് നിർമ്മിച്ചിട്ടുള്ള ഗിസയിലെ പിരമിഡാണ്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. മെസപ്പൊട്ടേമിയയിൽ എന്തായിരുന്നു? ക്യൂണിഫോം ലിപി ആയിരുന്നു. ഈജിപ്തിൽ ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത പ്രാചീന ഈജിപ്ഷ്യൻ ലിപിയാണ് എന്ത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് തടിയും പാപ്പിറസും ആണ്. ക്യൂണിഫോം ലിപി എന്തായിരുന്നു? കളിമൺ പ്രതലായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എഴുതിയിരുന്നത് തടിയും പാപ്പിറസും കൊണ്ട് നിർമ്മിച്ച പ്രതലത്തിലായിരുന്നു. അടുത്തത് ചൈനീസ് സംസ്കാരം. ഇതിലാകെ ആ നദി മാത്രം ആലോചിച്ചാൽ മതി. ചൈനീസ് സംസ്കാരം ഉണ്ടായിരുന്ന നദീതടം ഏതായിരുന്നു? ഹൊയാങ് ഹോ. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കൊരു ചൈനീസ് ടച്ച് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ചൈനീസ് സംസ്കാരം ഉണ്ടായിരുന്ന നദീതടമാണ് ഹൊയാങ് ഹോ. ചൈനയിൽ ഇന്ന് കാണുന്ന ലിപി വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട ലിപിയുടെ ഒരു പരിഷ്കൃത രൂപമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിൽപ്പെട്ടവർ വെങ്കല ശില്പ നിർമ്മാണത്തിന് വളരെ വിദഗ്ധരായിരുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് ഹാരപ്പൻ സംസ്കാരമാണ്, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നും പറയാറുണ്ട്. ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ രാജ്യങ്ങളിലായിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഹാരപ്പൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കാണപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു മോഹൻജൊദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥാൾ. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളാണ്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പ് എന്ന് പറയുന്നത് മഹാസ്നാനഘട്ടമാണ്. ഈ മഹാസ്നാനഘട്ടം ഉണ്ടായിരുന്ന പ്രദേശം ഏതാണ്? നഗരം ഏതാണ്? മോഹൻജൊദാരോ. അപ്പം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പായ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മോഹൻജൊദാരോയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.